ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സബ്സ്റ്റിറ്റ്യൂവൻസിൻ്റെ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെ ഗ്രൂപ്പുകളൊക്കെയാണ് ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആയത്, ഏത് ഗ്രൂപ്പുകളാണ് മെറ്റാ ഡയറക്റ്റിംഗ് ആയതെന്നുള്ളതൊക്കെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി എന്തുകൊണ്ടാണ് ചില ഗ്രൂപ്പുകൾ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പുകളും എന്തുകൊണ്ടാണ് ചില ഗ്രൂപ്പുകൾ മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പുകളായി വരുന്നത്, അതിൻ്റെ എക്സ്പ്ലനേഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് എക്സാമ്പിളുകൾ എടുത്തിട്ടാണ് നമ്മളത് പരിശോധിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാൻ പോകുന്നത് ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പുകൾ എങ്ങനെയാണ് ആ ഒരു പ്രോപ്പർട്ടി കാണിക്കാനായിട്ട് കാരണമെന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സുകളിൽ നമ്മൾ ഒരു 4 കാറ്റഗറിയിൽ വരുന്നത് ഓർത്തോ പാര ഡയറക്റ്റേഴ്സ് ആയിട്ട് വരുന്നുണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന്, സ്ട്രോങ്ലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്. ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻസീനിൽ ഓൾറെഡി ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ട്, അതിൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റീനെ ഒന്നും കൂടി കൂട്ടുക, ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ ബെൻസീനെ കുറച്ചും കൂടി ആക്ടിവേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകളെയാണ് നമ്മൾ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. അപ്പം അത് സ്ട്രോങ്ലി ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, മോഡറേറ്റ്ലി ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, വീക്ക്ലി ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ചില ഗ്രൂപ്പുകൾ ബെൻസീൻ്റെ റിങ്ങിൻ്റെ ആക്ടിവിറ്റി കുറയ്ക്കുന്നുണ്ട്. അപ്പം അതിനാണ് നമ്മൾ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 കാറ്റഗറിയിൽ വരുന്ന ഗ്രൂപ്പുകൾ, അതായത് സ്ട്രോങ്ലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്, മോഡറേറ്റ്ലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്, വീക്ക്ലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്, വീക്ക്ലി ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്, ഈ 4 കാറ്റഗറിയിൽ വരുന്ന ഗ്രൂപ്പുകളാണെന്നുണ്ടെങ്കിൽ അവർ ഓർത്തോ പാര ഡയറക്റ്റേഴ്സ് ആയിരിക്കും. അതായത് ബെൻസീൻ റിങ്ങിൽ ഈ ഗ്രൂപ്പുകളൊക്കെയാണ് വരണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്തുമ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂവൻറ്റ് ചൂസ് ചെയ്യുന്ന പൊസിഷൻ ഒന്നുകിൽ ഓർത്തോ പൊസിഷൻ ആയിരിക്കും, അല്ലെങ്കിൽ പാരാ പൊസിഷൻ ആയിരിക്കും. അപ്പം ഇങ്ങനെ 4 കാറ്റഗറിയാണ് ഗ്രൂപ്പുകൾ ഉള്ളത്. ഇപ്പോൾ ഇത് പല ടൈപ്പ് വരാനായിട്ട് കാരണം ഈ ഗ്രൂപ്പിൻ്റെ ഒന്നെങ്കിൽ സ്ട്രക്ചറൽ ആയിട്ടുള്ള വ്യത്യാസം കൊണ്ടായിരിക്കും, അവരുടെ നേച്ചർ അനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ ഇത്രയും ഗ്രൂപ്പുകളാണ് ഉള്ളത്. ഇപ്പോൾ ഇതിൽ നമ്മൾ ആൽക്കൽ ഗ്രൂപ്പ്, അതാണ് നമ്മൾ ആർന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ അറൈൽ ഗ്രൂപ്പ്, വേറെ ഇതുപോലെ ഏതെങ്കിലും അരോമാറ്റിക് റിംഗ് ആണ്. പിന്നെ ഈ CH ഡബിൾ ബോണ്ട് CHR അതുപോലെ ആൽക്കീനുകളൊക്കെ വരുന്ന കേസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ആൽക്കെയിൻ, ആൽക്കീൻ, അരൈൽ ഗ്രൂപ്പുകളൊക്കെയാണ് ബെൻസീൻ റിങ്ങിൽ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് വരുന്നത്. അതായത് ഇതുപോലെ വരിക. ഇപ്പം ഇത് ബെൻസീൻ റിങ്ങിൽ NH2 സബ്സ്റ്റൻ്റ് ആയിട്ട് വരുന്ന കോമ്പൗണ്ടാണ് അൻലിൻ എന്ന് പറയുന്നത്. CH3 ഇതൊരു ആൽക്കൈൽ ഗ്രൂപ്പാണ്. ഇത് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് വരുന്ന കോമ്പൗണ്ടാണ് നമ്മൾ ടൊളുവിൻ എന്ന് പറയുന്നത്. ഇതുപോലെ ഒരു മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ബെൻസീനാണ്, ഓൾറെഡി അതിലൊരു സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉണ്ട്. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഏതായാലും ഇപ്പോൾ ഈ NH2 എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉള്ളത് കൊണ്ട് വീണ്ടും നമ്മളതിനെ ഫർദർ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്തുകയാണ്. അതായത് ബ്രോമിനേഷനാണ് ഇവിടെ നടത്തുമ്പോൾ ഇവിടെ ഈ 2 ഓർത്തോ പൊസിഷനും പാരാ പൊസിഷനിലാണ് ബ്രോമിൻ വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. ഇവിടെ 2 മെറ്റാ പൊസിഷനിൽ അത് വരുന്നില്ല. അത് NH2 ഗ്രൂപ്പിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂവൻറ്റിൻ്റെ നേച്ചർ എങ്ങനെയാണ്, അത് എന്തുകൊണ്ടാണ് ഈ ഓർത്തോ പാരാ പൊസിഷനിലോട്ട് അടുത്ത സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഡയറക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ സബ്സ്റ്റിറ്റ്യൂവൻസ് ആയിട്ട് ആൽക്കൈൽ ഗ്രൂപ്പ്, അരൈൽ ഗ്രൂപ്പ്, ഇതുപോലുള്ള ആൽക്കീൻസ് ഒക്കെയാണ് വരണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എന്താ പറയുക, ലോൺ പേയേഴ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ ഇത്രയും ഗ്രൂപ്പുകൾ തന്നെ ഒഴിച്ചു നിർത്തിയിട്ട് ബാക്കിയുള്ള ഗ്രൂപ്പുകൾ നമ്മൾ നോക്കുക. ബാക്കിയുള്ള ഗ്രൂപ്പ് നോക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ NH2, NHR, NR2, OH, OR എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ നൈട്രജൻ, ഇവിടെ ഓക്സിജൻ ആണ് ബെൻസീൻ റിങ്ങുമായിട്ട് ഡയറക്റ്റായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഈ കോമ്പൗണ്ട് ഫീനോൾ എന്ന് പറയുമ്പോൾ OH, ബെൻസീൻ റിങ്ങിൽ OH വരുന്നതാണ് ഫീനോൾ കോമ്പൗണ്ട്. അപ്പോൾ ഇതിൽ ഓക്സിജനാണ് ഡയറക്റ്റായിട്ട് ഫീനോളായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ബെൻസീൻ റിങ്ങുമായിട്ട് ഡയറക്റ്റ്ലി ബോണ്ട് ഫോം ചെയ്തിട്ടുള്ള ഈ ആറ്റത്തിൽ ഇവിടെ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെല്ലാത്തിലും ഈ നൈട്രജനിലും ഓക്സിജനിലൊക്കെ ലോൺ പെയേഴ്സ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇവിടെ NHCOR, OCORലൊക്കെ ലോൺ പെയേഴ്സ് ഉണ്ട്. പിന്നുള്ളത് ഇപ്പോൾ ഈ 2 കോമ്പൗണ്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഒരു ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പുകളായിട്ടുള്ള ഈ 2 ഗ്രൂപ്പുകളും കൺസിഡർ ചെയ്യുമ്പോൾ ഇതിലെല്ലാത്തിലും ലോൺ പെയേഴ്സ് ഉണ്ടായിരിക്കും. അതാണ് ഇവർ പറയുന്നത്. ഈ 4 ഗ്രൂപ്പുകളെ ഒഴിച്ചു നിർത്തിയിട്ട് ബാക്കിയുള്ളത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും അൺഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, ലോൺ പെയേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ലോൺ പെയേഴ്സിനെ അവർ ബെൻസീൻ റിങ്ങിലോട്ട് ഡൊണേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഒന്നും കൂടി ഇൻക്രീസ് ചെയ്യും. ആ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് അവിടെ ഈ ഓർത്തോ പാര
ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് അവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റെസൊണൻസ് ഇഫക്റ്റ് അല്ലെങ്കിൽ മീസോമെറിക് ഇഫക്റ്റ് ആണ് നടക്കുന്നത്. റെസൊണൻസ് ഇഫക്റ്റ് അല്ലെങ്കിൽ മീസോമെറിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യുന്ന ഇഫക്റ്റാണ്. അപ്പം അങ്ങനെ ഈ റെസൊണൻസ് അല്ലെങ്കിൽ മീസോമെറിസം അവിടെ നടക്കുന്നത് കൊണ്ട് ബെൻസീൻ റിങ്ങിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അതുവഴി അവിടെ റെസൊണൻസ് നടക്കുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ ആ ബെൻസീൻ റിങ്ങിൽ സംഭവിക്കുന്നു. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്കിനി നോക്കാം. നമ്മൾ ഇത്രയും പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എല്ലാ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പുകൾ ഇവരുകൾ ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിലും അൺഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം അത് കാരണം ആ കോമ്പൗണ്ടിൽ ഒരു റെസൊണൻസ് അല്ലെങ്കിൽ മീസോമെറിസം ആക്ട് ചെയ്യുന്നു. അതുവഴി ബെൻസീൻ റിങ്ങിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ആദ്യം ഫീനോളും അനിലീനും കോമ്പൗണ്ടുമാണ്. ഇപ്പോൾ ഫീനോൾ എന്ന് പറയുന്ന ബെൻസീൻ റിങ്ങിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരുന്നതാണ്, OH വരുന്നതാണ്. ഓക്സിജനിൽ 2 ലോൺ പെയേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവർക്ക് ഈ ലോൺ പെയറിന് ബെൻസീൻ റിങ്ങിനോട് ഡൊണേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഓക്സിജനിലുള്ള ഈ ലോൺ പെയർ ഇങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യും. ഡൊണേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഈ കാർബണിൻ്റെ ഓക്സിജൻ്റെ ഇടയിലേക്കായിരിക്കും ഡൊണേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഡൊണേറ്റ് ചെയ്യുമ്പോൾ കാർബണിൻ്റെ വാലൻസി അവിടെ സാറ്റിസ്ഫൈ ചെയ്യില്ല, 5 ബോണ്ടൊക്കെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ബോണ്ട് ഈ കാർബണിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. വരച്ച് കാണിച്ചിട്ട് അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇത് ഫീനോളാണ്. അപ്പം ഇതിൽ ഈ ലോൺ പെയർ ഈ ബോണ്ടിൻ്റെ ഇടയിലേക്ക്, കാർബൺ ഓക്സിജൻ ബോണ്ടിൻ്റെ ഇടയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അടുത്ത ഒരു റെസൊണൻസ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് പോയി ഇവിടെ നെഗറ്റീവ് ചാർജ് വരും. ഈ 2 ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വരുന്നു. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരുന്നു, OH. അപ്പോൾ ഓക്സിജൻ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. ഇവിടെയുള്ള ലോൺ പെയർ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. ബാക്കിയുള്ള ഡബിൾ ബോണ്ടൊക്കെ അതുപോലെ തന്നെ ഉണ്ടായിരിക്കും. ഇനി അടുത്ത് നടക്കുന്നത് ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അടുത്ത റെസൊണൻസ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. ഇവിടെ ഡബിൾ ബോണ്ട് തന്നെയാണ്, OH, ഇലക്ട്രോൺ പെയർ ഉണ്ട്, പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഈ കാർബണിൻ്റെ ഇടയിൽ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. ഈ ഡബിൾ ബോണ്ട് അവിടെ നിന്ന് പോയി ഇവിടെ നെഗറ്റീവ് ചാർജ് ഫോം ചെയ്യും. ഇവിടെ ഓൾറെഡി ഉള്ള ഡബിൾ ബോണ്ട് ഉണ്ട്. ഇനി അടുത്തത് ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ഡബിൾ ബോണ്ട് OH പ്ലസ് ഇലക്ട്രോൺ പെയർ, ഇവിടെയുള്ള ഡബിൾ ബോണ്ട് ഇവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. ഈ ഡബിൾ ബോണ്ട് പോയി ഇവിടെ നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നു. വീണ്ടും അതിൽ റെസൊണൻസ് നടക്കുന്നു. ഇവിടുന്ന് നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഈ ഡബിൾ ബോണ്ട് തിരിച്ച് ഓക്സിജനിലോട്ട് പോകും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് OH അതിൻ്റെ ലോൺ പെയർ റീറ്റെയിൻ ചെയ്ത് കിട്ടി. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചറുകൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് ഫസ്റ്റ് സ്ട്രക്ചർ, സെക്കൻഡ്, തേർഡ്, 4, 5. അപ്പോൾ ഇങ്ങനെ 5 സ്ട്രക്ചറാണ് ഈ ഒരു കോമ്പൗണ്ടിന് ഉണ്ടായിരിക്കുക റെസൊണൻസ് നടക്കുമ്പോൾ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യത്തെ സ്ട്രക്ചറിൽ ഈ കാർബണിൽ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. രണ്ടാം സ്ട്രക്ചർ നോക്കുമ്പോൾ ഈ കാർബണിൽ ഒരു നെഗറ്റീവ് ചാർജ് വരുന്നു. ഈ സ്ട്രക്ചർ നോക്കുമ്പോൾ ഈ കാർബണിൽ ഒരു നെഗറ്റീവ് ചാർജ് വരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു 3 സ്ട്രക്ചർ കൺസിഡർ ചെയ്യുമ്പോൾ സെക്കൻഡിലും ഫോർത്തിലും ഓർത്തോ പൊസിഷൻ, അതായത് ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇരിക്കുന്നതിൻ്റെ ഓർത്തോ പൊസിഷനാണ് ഒന്നിതും ഒന്നിതും. ഇത് രണ്ടുമാണ് അതിൻ്റെ ഓർത്തോ പൊസിഷൻ. ഇതാണ് പാരാ പൊസിഷൻ, ഇത് രണ്ടുമാണ് മെറ്റാ പൊസിഷൻ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ 3 സ്ട്രക്ചർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലുമാണ് നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ബെൻസീനിൽ OH എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂവൻറ്റ് വരുമ്പോൾ അവിടെ റെസൊണൻസ് നടന്ന് ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും ആയിരിക്കും നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നത്. നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൊസിഷനിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി വളരെ ഹൈ ആയിരിക്കും. അവർക്ക് പോസിറ്റീവ് ചാർജിലുള്ള ഏതെങ്കിലും ഒരു സ്പീഷീസിനെ അറ്റാക്ക് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇലക്ട്രോഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത് അത്രയും ഇലക്ട്രോൺ ലവിങ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്. അപ്പോൾ ആ പോസിറ്റീവ് ചാർജിനെ പെട്ടെന്ന് തന്നെ ഈ പൊസിഷനിലോട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട്
സാധിക്കും. അപ്പോൾ അവർ വരുമ്പോൾ അവർക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത് ഈ പൊസിഷനാണ്. ഇലക്ട്രോൺ ഡെൻസിറ്റി നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യുന്ന ഈ ഓർത്തോ പൊസിഷനും പാരാ പൊസിഷനാണ് അവർ ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരുമ്പോൾ ഓർത്തോ പാരാ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂവൻ്റ് വരുന്നത് ഫർദർ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോൾ. അതുകൊണ്ടാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഒരു ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പായിട്ട് പറയുന്നത്. അതുപോലെ തന്നെയാണ് അനിലിൻ്റെ കേസ് വരുമ്പോൾ. അപ്പോൾ അനിലിൻ്റെ കേസ് വരുമ്പോൾ അവിടെ NH2 ആണ് അവിടുത്തെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ലോൺ പെയർ ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഈ ലോൺ പെയർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, നെഗറ്റീവ് ചാർജ് വരുന്നു. റെസൊണൻസ് നടക്കുമ്പോൾ ഈ ഓർത്തോ പൊസിഷൻ, പാരാ പൊസിഷൻ, ഓർത്തോ പൊസിഷൻ, അപ്പോൾ ഇത്രയും 3 പൊസിഷനിലാണ് അവിടുത്തെ നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ഒരു ഇലക്ട്രോഫൈൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 പൊസിഷനിൽ ഏതെങ്കിലും ഒന്നായിരിക്കും അവർ ചൂസ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഹാലോജിനേഷൻ നടത്തുമ്പോൾ നമുക്കൊരിക്കലും സിംഗിൾ സ്റ്റെപ്പിൽ അവിടെ നിർത്താനായിട്ട് പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഇത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരുമ്പോൾ ഒന്നുകിൽ ഓർത്തോ പൊസിഷൻ അല്ലെങ്കിൽ പാരാ പൊസിഷനിലായിരിക്കും സബ്സ്റ്റിറ്റ്യൂവൻ്റ് വരുന്നുണ്ടാവുക. ഇപ്പോൾ നോർമൽ കേസ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യം വരിക ശരിക്കും റിയാക്ഷൻ നടക്കുമ്പോൾ ഇങ്ങനെയാണ് റിയാക്ഷൻ നടക്കേണ്ടിയിരുന്നത്. അതായത് ഫീനോളിൽ നമ്മൾ ബ്രോമിനേഷൻ നടത്തുന്നു. ബ്രോമിനേഷൻ നടക്കുമ്പോൾ ഇവിടെ OH, ഇവിടെ Br പ്ലസ് പാരാ പൊസിഷനിൽ വരുന്ന ഒരെണ്ണം. ഇങ്ങനെ ഓർത്തോബ്രോമോഫീനോളും ഓർത്തോബ്രോമോഫീനോളും പാരാബ്രോമോഫീനോളായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ ഇപ്പോൾ ഈ ഒരു ഹാലോജനേഷൻ നടത്തുമ്പോൾ ഫീനോളിന് അനിലിൻ്റെ കേസിൽ നമുക്കത് സിംഗിൾ സ്റ്റെപ്പിൽ നിർത്താനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഈ 2 ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് ആ നെഗറ്റീവ് ചാർജുള്ള എല്ലാ പൊസിഷനിലോട്ട് വന്ന് ബ്രോമിൻ ജോയിൻ ചെയ്ത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു 2,4,6 ട്രൈ ബ്രോമോഫീനോൾ നമുക്ക് കിട്ടാനായിട്ട് കാരണം. അപ്പോൾ ഈ 3 പൊസിഷൻ ചൂസ് ചെയ്യാൻ കാരണം ഈ 3 പൊസിഷനിലാണ് നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് അനിലിൻ്റെ കേസിലും NH2 ഗ്രൂപ്പ് വരുമ്പോൾ ഈ 2 ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് ആ പൊസിഷൻസ് ആയിരിക്കും വരുന്ന ഇലക്ട്രോഫൈൽ ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇതാണ് ഓർത്തോ പാരാ ഡയറക്റ്റ് ഇൻഫ്ലുവൻസിൽ നമുക്ക് ഈ ഗ്രൂപ്പുകളെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ ഇതിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിട്ടുള്ള കുറച്ച് ഗ്രൂപ്പുകളുണ്ട്. അരൈൽ ഗ്രൂപ്പ്, അതുപോലെ CH ഡബിൾ ബോണ്ട് CHR എന്ന് പറയുന്ന ഗ്രൂപ്പുകൾ. ഇപ്പോൾ അരൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും അരോമാറ്റിക് ഗ്രൂപ്പുകളാണ്. ഇപ്പോൾ നമുക്ക് ബെൻസീൻ തന്നെ എടുക്കാം. ബെൻസീനിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. അതുപോലെ തന്നെയാണ് CH ഡബിൾ ബോണ്ട് CHR എന്ന് പറയുമ്പോൾ ഇവിടെയും ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് ഉണ്ടാകുമ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇങ്ങനൊരു കോമ്പൗണ്ട് ആണെന്നുണ്ടെങ്കിൽ CH ഡബിൾ ബോണ്ട് CHR എന്നാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ഡബിൾ ബോണ്ട് അവർ ഇങ്ങോട്ട് പിൻവലിച്ച് ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ റെസൊണൻസ് നടക്കാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. അപ്പോൾ ഇവർ ചെറുതായിട്ട് ഇങ്ങനത്തെ ഗ്രൂപ്പുകളൊക്കെ വരുമ്പോൾ അവർ വീക്ക്ലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പുകളായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കാരണം അവർക്ക് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വിഡ്രോ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. ഇതുപോലെ റെസൊണൻസ് നടക്കുമ്പോൾ തിരിച്ച് ഇങ്ങനെയും വരാം. അതായത് ഇവിടുന്ന് ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങനെയും റെസൊണൻസ് നടക്കാം. അപ്പോൾ വിഡ്രോ ചെയ്യാനും ഡൊണേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. പക്ഷേ ഇങ്ങനത്തെ കേസിൽ അവർ കുറച്ചും കൂടി ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യുന്ന ഗ്രൂപ്പുകളിനേക്കാളും കുറച്ചും കൂടി ഹൈലി ആക്റ്റീവ് ചെയ്യുകയാണ് ചെയ്യുന്നത് ബെൻസീൻ റിങ്ങിനെ. അപ്പോൾ ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ നടന്ന പോലെ തന്നെ റെസൊണൻസ് നടന്ന് ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. ഇനി അടുത്ത പറയുന്ന ഒരു കേസാണ് ഹാലജൻ കോമ്പൗണ്ട്സ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീക്ക്ലി വീക്ക്ലി ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പിലാണ് ഓർത്തോ പാരാ ഡയറക്ടേഴ്സ് ആയിട്ട് നമ്മൾ ഹാലജൻസിന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഹാലജൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അവർക്ക് ലോൺ പെയേഴ്സ് ഉണ്ട് ഒന്ന് ആ കോമ്പൗണ്ടിൽ. പിന്നെ പോരാതെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് പഠിക്കുമ്പോൾ -I ഇഫക്റ്റാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹാലജൻസിന് -I ഇഫക്റ്റ് കാണിക്കുന്ന കോമ്പൗണ്ടുകളാണ്. പോരാത്തതിന് അവർക്ക് ഹാലജൻസിൽ ലോൺ പെയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഹാലജൻ ക്ലോറിൻ ആണെന്നുണ്ടെങ്കിൽ
ക്ലോറിനിൽ ഇവിടെ ഒരു ഇലക്ട്രോൺ ഇവർ തമ്മിലായിരിക്കും ബോണ്ട് ഫോം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഓൾറെഡി ഒരു ലോൺ പെയേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്, ഷെയർ ചെയ്യാത്ത ഇലക്ട്രോൺസ് ഇഷ്ടം പോലെ ഉണ്ട്. മാത്രമല്ല ഇവരൊക്കെ മൈനസ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കാണിക്കുന്ന കോമ്പൗണ്ടുകളാണ്. അതായത് ക്ലോറിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ഒരു ക്ലോറിൻ വേറെ എ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുമായിട്ട് ബോണ്ട് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബോണ്ടഡ് ഇലക്ട്രോണിനെ ഇവരുടെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. അതാണ് മൈനസ് ഐ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹാലജൻസ് ഒക്കെ മൈനസ് ഐ എഫക്റ്റ് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ബെൻസീൻ റിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുമ്പോൾ ബെൻസീൻ റിങ്ങിൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി അവർ വിഡ്രോ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ഇപ്പം ഇങ്ങനെ വരും, ബെൻസീൻ റിങ്ങിൽ വരുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവരെപ്പോഴും ഈ ബെൻസീൻ റിങ്ങിൽ നിന്ന് ഇലക്ട്രോണിന് ഇതിൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വിഡ്രോ ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ബെൻസീൻ റിങ്ങിലെ ഇലക്ട്രോൺ ഡെൻസിറ്റിക്ക് ചെറിയൊരു ഡിപ്ലീഷൻ സംഭവിക്കണം. പക്ഷെ ആക്ച്വലി ഇത് അവിടെ നടക്കുന്നില്ല. അവർ കൂടുതലും അവരുടെ ഇലക്ട്രോൺ ലോൺ പെയറിന് ഷെയർ ചെയ്ത് ബെൻസീൻ റിങ്ങിനെ കുറച്ചും കൂടി ആക്റ്റീവ് ആക്കാനാണ്. ഡീആക്ടിവേറ്റ് ചെയ്യുന്നതൊക്കെ കൂടുതൽ അവർ കുറച്ചും കൂടി പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് അവിടെ ആക്റ്റീവ് ആക്കാനാണ്. ഇലക്ട്രോൺ റിലീസിങ് റെസണൻസ് ഇഫക്റ്റാണ് അവിടെ നടക്കുന്നുണ്ടായിരിക്കുക. അപ്പം അതുകൊണ്ട് അവിടെ ഓർത്തോ പാര ഡയറക്ടറായിട്ട് അവിടെ ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഓർത്തോ പാര പൊസിഷനിൽ നെഗറ്റീവ് ചാർജ് വരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഓർത്തോ പാര ഡയറക്ടറായിട്ട് ഫോം ചെയ്യുക. ഇത്രയേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അതായത് എല്ലാത്തിലും ഇതിൻ്റെയൊക്കെ തന്നെയാണ് നടക്കുന്നത്. അതായത് ക്ലോറിൻ വരുമ്പോൾ ഇവിടെ ക്ലോറിനിൽ ഇലക്ട്രോൺസ് ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ ലോൺ പെയേഴ്സ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഈ ചാർജ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. നമ്മൾ നേരത്തെ OH മെനച്ചിട്ടൊക്കെ നടന്ന പോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ അരയിൽ ഗ്രൂപ്പ് ആയാലും CH2R ഗ്രൂപ്പ് ആയാലും CH ഡബിൾ ബോണ്ട് CHR ഗ്രൂപ്പ് ആയാലും ഇതിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ എല്ലാ കേസിലും നടക്കുന്നത്. പക്ഷെ അത് പല കോമ്പൗണ്ടുകളുടെയും നേച്ചറിൽ വ്യത്യാസമുണ്ട്. എങ്ങനെയൊക്കെയാണ് അവർ ആക്ട് ചെയ്യണമെന്നുള്ളതാണ് പറയുന്നത്. അതായത് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്തത് ലോൺ പെയേഴ്സ് ഉള്ള ആറ്റംസ് ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് അവർ ലോൺ പെയേഴ്സിന് ഡൊണേറ്റ് ചെയ്ത് ബെൻസീൻ റിങ്ങിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഓർത്തോ പാര പൊസിഷനിൽ നെഗറ്റീവ് ചാർജ് ഫോം ചെയ്യുന്നു. ഹാലജൻസ് ആണെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് മൈനസ് ആയി ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഉണ്ടെങ്കിൽ കൂടി അവർ ഇലക്ട്രോണിനെ റിലീസ് ചെയ്ത് ഒരു +R ഇഫക്റ്റ് കാണിക്കുന്നത് കൊണ്ട് ഓർത്തോ പാര ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യുന്നു. അതുപോലെയാണ് അരയിൽ ഗ്രൂപ്പും അല്ലെങ്കിൽ അതുപോലെ തന്നെയാണ് അരയിൽ ഗ്രൂപ്പും അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് ഉള്ള ഏതെങ്കിലും ഒരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടാണ് സബ്സ്റ്റുവൻ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ കൂടി അവർ ഇലക്ട്രോൺ റിലീസിങ് എബിലിറ്റി കാണിച്ച് ബെൻസീൻ റിങ്ങിനെ അവർ ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ പറയാതെ മാറ്റി നിർത്തിയിട്ടുള്ളൊരു ഗ്രൂപ്പാണ് ആൽക്കൈൽ ഗ്രൂപ്പുകൾ. ആ CH3 ഗ്രൂപ്പ് അല്ലെങ്കിൽ C2H5 പോലുള്ള ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്, വീക്ക്ലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പുകളാണ് അവർ. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അതായത് CH3 എന്ന് പറയുന്നത് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ്. +I ഇഫക്റ്റ് കാണിക്കുന്ന ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പുകളാണ്. അപ്പോൾ അതുവഴി തന്നെ സ്വാഭാവികമായിട്ടും ആൽക്കൈൽ ഗ്രൂപ്പുകൾ വരുമ്പോൾ ബെൻസീൻ റിങ്ങിൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. പിന്നെ അവിടെ വരുന്ന വേറൊരു ഇഫക്റ്റാണ് ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഈ ഹൈഡ്രജൻ കാർബൺ ബോണ്ട് താൽക്കാലികമായി ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ അവർ ബോണ്ട് ഫോം ചെയ്യുന്നില്ല, എന്നാൽ അവർ തമ്മിലൊരു നോൺ ബോണ്ടഡ് ഇൻട്രാക്ഷൻ വഴി ഈ കാർബണും ഹൈഡ്രജനും അവിടെ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇലക്ട്രോണിനെ അവർ ഡൊണേറ്റ് ചെയ്യും. അതായത് ഈ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ഇവിടെ ബ്രേക്ക് ചെയ്ത് ഇതിലത്തെ ബോണ്ടിനെ ഈ കാർബണിൻ്റെ ഇടയിലേക്ക് പോകുന്നു. ഇതിനിടയിലേക്കായിരിക്കും ഈ കാർബൺ ഹൈഡ്രജൻ ബോണ്ടഡ് ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ ഷിഫ്റ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഇവിടുത്തെ ബോണ്ട് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് പോകും. ഇവിടെ നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും. ഇവിടെ ഈ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഹൈഡ്രജൻ ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ അവർ H+ ആയിട്ട് നിൽക്കുന്നു. ഇവർ ഡബിൾ ബോണ്ട് ഉണ്ട്, അതൊരു വരയ്ക്കാൻ മറന്നതാണ്. ഇവർ ഡബിൾ ബോണ്ട് ഉണ്ട്. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട് കേട്ടോ, അതൊന്ന് വരയ്ക്കണേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഹൈഡ്രജൻ പോകുന്നപ്പോൾ നെഗറ്റീവ് ചാർജ് ഇവിടെ ഡെവലപ്പ് ചെയ്തു. ഇനി ഈ നെഗറ്റീവ് ചാർജ് ഇവിടെ എല്ലായിടത്തും റൊട്ടേറ്റ് ചെയ്ത് 2 ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ അതുവഴി ആ പൊസിഷനിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഇത് CH3 ഒരു ഹൈഡ്രജൻ്റെ
ഒരു ഹൈഡ്രജൻ ഹൈപ്പോകോൺജുഗേഷൻ വരുന്ന കേസാണ് പറഞ്ഞിരുന്നത്. ഇതേപോലെ തന്നെ ഈ ഹൈഡ്രജലും ഇവിടെ ഈ ഒരു എഫക്റ്റ് കാണിക്കാനുള്ള എബിലിറ്റി ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഇവിടെ 3 സ്ട്രക്ചറാണ്, അങ്ങനെ അതുപോലെ നമുക്ക് 12 സ്ട്രക്ചർ ഇവിടെ പോസിബിൾ ആണ്. അപ്പോൾ ഈ 12 സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും ആയിരിക്കും നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുക. അപ്പം അതുകൊണ്ട് ഈ ആൽക്കൈൽ ഗ്രൂപ്പ് വരണ കേസിലും ഇലക്ട്രോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നത് ഓർത്തോ പാരാ പൊസിഷനിലായിരിക്കും. ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പുകളായിട്ട് വരുന്നവർ ബെൻസീൻ റിങ്ങിലേക്ക് ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുന്ന ഗ്രൂപ്പുകളാണ്. ഇപ്പോൾ ബെൻസീൻ റിങ്ങിലേക്ക് ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുമ്പോൾ ബെൻസീൻ റിങ്ങിൽ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും നെഗറ്റീവ് ചാർജ് വരുന്നു. അതുവഴി ഇലക്ട്രോൺ ഡെൻസിറ്റി ആ പൊസിഷനിൽ വളരെ ഹൈ ആയിരിക്കുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ഇലക്ട്രോഫൈൽ അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ ഹൈലി ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഈ ഓർത്തോ പാരാ പൊസിഷനിൽ ചൂസ് ചെയ്ത് അവിടെ അവർ ബോണ്ട് ഫോം ചെയ്യും കാർബണുമായിട്ട്. ഇതാണ് ഓർത്തോ പാരാ ഡയറക്റ്റ് ഇൻഫ്ലുവൻസിൽ പറയുന്നത്. ഇനി അടുത്തതാണ് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പുകൾ. മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പുകൾ നമുക്ക് കറക്റ്റായിട്ട് ഇതിന് നേരെ ഓപ്പോസിറ്റാണെന്ന് പറയാം. അതായത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ വരണ കേസിലാണ് ഈ ഒരു മെറ്റാ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് കാണിക്കുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് NO2, COOH, CHO പോലുള്ള ഗ്രൂപ്പുകളാണ് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പുകളായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ സ്ട്രക്ചർ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇപ്പോൾ ഇവിടെ നൈട്രജനാണ് ബെൻസീനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുക, കാർബണാണ് നൈട്രജനായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ നൈട്രജൻ ഓക്സിജനുമായിട്ട് 2 ഓക്സിജൻ ഉണ്ട്, അതിൽ 1 ഓക്സിജൻ, ഇങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഇങ്ങനെ NO- ഡബിൾ ബോണ്ടോ പിന്നെ ഒരു വാലൻസ് ഇവിടെ ഉണ്ടാവും ബെൻസീനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഈ നൈട്രജനേക്കാളും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ ആറ്റവുമായിട്ട് ഡബിൾ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവർ തമ്മിലൊരു ഡബിൾ ബോണ്ട് ബന്ധമാണുള്ളത്. അതേപോലെ തന്നെയാണ് ഈ COOHൻ്റെ കേസിൽ കാർബൺ ഓക്സിജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടാവുക ഡബിൾ ബോണ്ട് വഴിയായിരിക്കും. അപ്പോൾ കാർബണിനേക്കാളും ഓക്സിജൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വളരെ ഹൈ ആണ്. അതേപോലെ തന്നെയാണ് CHOൻ്റെ കേസിലും കാർബണിനേക്കാളും ഹൈലി ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജനുമായിട്ട് അവർ ഡബിൾ ബോണ്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ ഒരു ട്രിപ്പിൾ ബോണ്ട് ആവില്ല, ഡബിൾ ബോണ്ട്, മൾട്ടിപ്പിൾ ബോണ്ടാണ് അവർ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോമൺ ഫാക്ടറാണ് ഈ ഒരു മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പുകൾ എല്ലാത്തിലും ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ആയതുകൊണ്ട് ബെൻസീനിൽ നിന്ന് ഇലക്ട്രോണിനെ ഇവർ വിഡ്രോ ചെയ്യാണ് ചെയ്യുന്നുണ്ടാവുക. ഈ ഗ്രൂപ്പുകളെല്ലാവരും ബെൻസീനിൽ നിന്ന് ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യും. ആ ഒരു സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഈ നൈട്രജൻ ഓക്സിജനുമായിട്ട് ഡബിൾ ബോണ്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ നൈട്രജനേക്കാളും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓക്സിജന് കൂടുതലായതുകൊണ്ട് ഈ ഡബിൾ ബോണ്ട് ഇലക്ട്രോണിനെ ഓക്സിജൻ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഈ ബോണ്ട് അവിടെ ബ്രേക്ക് ചെയ്ത് ഓക്സിജന് നെഗറ്റീവ് ചാർജ് ഫോം ചെയ്യും. ഇവിടെ സിംഗിൾ ബോണ്ട് ആവും. അപ്പോൾ ഇവിടുത്തെ ഈ നൈട്രജൻ്റെ ചാർജ് ന്യൂട്രലൈസ് ചെയ്യാനും ബാലൻസ് സാറ്റിസ്ഫൈ ചെയ്യാനും വേണ്ടിയിട്ട് ബെൻസീൻ റിങ്ങിൽ നിന്ന് ഇലക്ട്രോണിനെ ഇവർ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ഡബിൾ ബോണ്ട് പോയി ഇവിടുത്തെ ഡബിൾ ബോണ്ട് പോയി ഇവിടെ ഡബിൾ ബോണ്ട് വരും. അതാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ എന്തുണ്ടായി, ആദ്യം നൈട്രജനേക്കാൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായ കാരണം ഈ നൈട്രജൻ ഓക്സിജൻ ഡബിൾ ബോണ്ട് ഓക്സിജനിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ആ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതിനൊപ്പം തന്നെ സൈമിൾട്ടേനിയസ് ആയിട്ട് ഈ കാർബൺ ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്ത് കാർബൺ നൈട്രജൻ ഡബിൾ ബോണ്ടായിട്ട് മാറും. അപ്പോൾ എന്തുണ്ടാവും, ഇവിടെ നിന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് വരും ആ കാർബണിൽ. അപ്പോൾ ആദ്യം അവിടെ ഓർത്തോ പാരാ ഡയറക്റ്റിൻ്റെ കേസിൽ ഓർത്തോ പൊസിഷനിൽ നെഗറ്റീവ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓർത്തോ പൊസിഷനിൽ അവിടെ പോസിറ്റീവ് ചാർജാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അടുത്തത് ഈ പോസിറ്റീവ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡബിൾ ബോണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് വരും, ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. അതേപോലെ തന്നെയാണ് സ്ട്രക്ചറുകൾ ബാക്കിയെല്ലാം ഫോം ചെയ്യണം. അപ്പോൾ നമ്മളിതിൽ ഈ ഫോം ചെയ്തിട്ടുള്ള 5 സ്ട്രക്ചറിലും ഈ 3 സ്ട്രക്ചർ പരിശോധിച്ച് കഴിഞ്ഞാൽ 2 ഓർത്തോ പൊസിഷനിലും 1 പാരാ പൊസിഷനിലും പോസിറ്റീവ് ചാർജാണ് ഡെവലപ്പ് ചെയ്യുന്നത്. പോസിറ്റീവ് ചാർജ് എന്ന് പറയുമ്പോൾ ആ പൊസിഷനിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി തീരെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഉള്ള ഓർത്തോ പൊസിഷനിലോട്ടും പാരാ പൊസിഷനിലോട്ടും ഒരിക്കലും ഒരു പോസിറ്റീവ് ചാർജിൽ ഇലക്ട്രോഫൈൽ വന്ന് ബോണ്ട് ഫോം ചെയ്യില്ല. അവിടെ റിപ്പൾഷൻ ആയിരിക്കും നടക്കുന്നുണ്ടാവുക.
അപ്പോൾ ഈ ഓർത്തോ പാരാ പൊസിഷനെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മെറ്റാ പൊസിഷനിലായിരിക്കും കൂടുതലും ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ടായിരിക്കുക. മെറ്റാ പൊസിഷനിൽ ശരിക്കും നെഗറ്റീവ് ചാർജ് ഫോം ചെയ്യുന്നില്ല, പക്ഷേ പോസിറ്റീവ് ചാർജുള്ള സെൻറ്ററിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ന്യൂട്രലായിട്ട് നിൽക്കുന്ന മെറ്റാ പൊസിഷനിലായിരിക്കും ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലുണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകളായിട്ടുള്ള വീക്ക്ലി ആക്ടിവിറ്റി അല്ലെങ്കിൽ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പുകൾ വരുമ്പോൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോൾ ഇലക്ട്രോഫൈൽസ് മെറ്റാ പൊസിഷൻ ചൂസ് ചെയ്യാൻ കാരണം അതാണ്. കമ്പാരിറ്റീവ്ലി ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലുണ്ടായിരിക്കുക മെറ്റാ പൊസിഷനിലായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, ഓർത്തോ പാരാ പൊസിഷനിൽ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറയുന്നത്. അപ്പോൾ മെയിനായിട്ടും ഗ്രൂപ്പുകളുടെ ഇലക്ട്രോൺ റിലീസിങ് എബിലിറ്റി, അതിൻ്റെ റെസൊണൻസ് എഫക്റ്റ് കാണിക്കാനുള്ള കഴിവ്, മീസോമെറിക് എഫക്റ്റ് കാണിക്കാനുള്ള കഴിവ്, ഹൈപ്പർ കോൺജുഗേഷൻ കാണിക്കാനുള്ള കഴിവ്, പിന്നെ അതിൻ്റെ ഇൻഡക്റ്റീവ് ഇഫക്റ്റുകൾ -i ആണോ +i ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് അവരുടെ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഒക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് പറയുന്നത്. ഇതെല്ലാ പ്രാവശ്യം ചോദിക്കാറുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു 3 എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ഓരോ കേസായിട്ട് വരുമ്പോൾ അതിനുള്ളിൽ നടക്കുന്ന മെക്കാനിസം ഇത് തന്നെയാണ്. ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പുകളാവുമ്പോൾ ഓർത്തോ പാരാ പൊസിഷനിൽ നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നു. മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പുകളാണെന്നുണ്ടെങ്കിൽ ഓർത്തോ പാരാ പൊസിഷനിൽ പോസിറ്റീവ് ചാർജാണ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ പൊസിഷനിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവായിരിക്കും. ഇതുപോലെ ഈ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ എക്സാമ്പിൾസ് ഒക്കെ നോക്കുന്നത്. ഇപ്പോൾ CH3 എന്ന് പറയുന്നത് ഇലക്ട്രോൺ റിലീസിങ് എബിലിറ്റി ഉള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അത് കാരണം ഇതൊരു ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പായിട്ട് വരുന്നു. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആഡ് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുകയാണ്. ഇത് ഫിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ റിയാക്ഷനാണ് നടക്കുന്നത്. അപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് വരുന്നത്. ഓർത്തോ പൊസിഷനിലും വരുന്നു, പാരാ പൊസിഷനിലും വരുന്നു, രണ്ടും വരും. അതിൽ പാരാ പ്രോഡക്റ്റ് ആയിരിക്കും കൂടുതൽ ഫോം ചെയ്യുന്നുണ്ടാവുക. അതുപോലെ ക്ലോറോബെൻസീൻ എന്ന് പറയുമ്പോൾ ക്ലോറിൻ ആണ് ഇവിടുത്തെ സബ്സ്റ്റിറ്റ്യൂവൻ്റ്. അവർ ഓർത്തോ പാരാ ഡയറക്ടേഴ്സാണ്. ഇപ്പോൾ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ഏതാ? നൈട്രിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡും വരുമ്പോൾ ഇത് നൈട്രേറ്റ് മിക്സറാണ്, നൈട്രേഷനാണ് നടക്കുന്നത്. അപ്പോൾ NO2 ആണ് അവിടെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് വരുന്നത്. അവരും ചൂസ് ചെയ്യുന്ന പൊസിഷൻ ഓർത്തോ പൊസിഷൻ അല്ലെങ്കിൽ പാരാ പൊസിഷൻ ആയിരിക്കും. അടുത്തത് COH ഗ്രൂപ്പാണ്. COH എന്ന് പറയുന്നത് ഒരു മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. ഇവിടെ യൂസ് ചെയ്യുന്ന റിയേജൻറ്റ് ഫ്യൂമിങ് HNO3 H2SO4, നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡിൻ്റെ മിക്സറാണ്, നൈട്രേറ്റ് മിക്സറാണ്, നൈട്രേഷനാണ് നടക്കുന്നത്. NO2 ആണ് അവിടെ സബ്സ്റ്റിറ്റ്യൂവൻ്റ്. ഇപ്പോൾ COH എന്ന് പറയുന്നത് ഒരു മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ആയതുകൊണ്ട് മെറ്റാ പൊസിഷനിലായിരിക്കും സബ്സ്റ്റിറ്റ്യൂവൻ്റ് വരുന്നുണ്ടാവുക. ഇനി അടുത്തത് NO2 എന്ന് പറയുന്നതും ഒരു മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. ഇവിടെ നടക്കുന്ന റിയാക്ഷനും നൈട്രേഷൻ റിയാക്ഷനാണ്. സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് വരുന്നത് NO2 ആണ്. അപ്പോൾ അവർ ചൂസ് ചെയ്യുന്ന പൊസിഷൻ മെറ്റാ പൊസിഷൻ ആയിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ. അപ്പോൾ എക്സ്പ്ലനേഷൻ നമ്മൾ എഴുതുമ്പോൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ചൂസ് ചെയ്തിട്ട് ഈ റെസൊണൻസ് സ്ട്രക്ചർ വരച്ചിട്ട് വേണം അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയാനായിട്ട്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു.